യഥോധർമ്മ സ്തതോജയ. ഭക്ത സഹോദരങ്ങളെ പ്രണാമം. നിങ്ങൾ കേട്ടുവരുന്ന മഹാഭാരത കഥകളിൽ കഴിഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞു നിർത്തിയത് ഹസ്തിനപുരി കൊട്ടാരത്തിൽ പാണ്ഡവരും കൗരവരുമായ ബാലന്മാർ പരസ്പരം കളിച്ചു വളരുന്നതും ഈ കളി കാലഘട്ടത്തിൽ തന്നെ പാണ്ഡവരെന്നും കൗരവരെന്നും വ്യത്യസ്തമായ രീതിയിൽ അവരുടെ മനസ്സിൽ വൈരങ്ങളുണ്ടാകുന്നതും ഒരു രീതിയിലും കൗരവർക്ക് പാണ്ഡവരെ ജയിക്കാൻ കഴിയാത്തത് ഭീമസേനൻ്റെ ശക്തി കൊണ്ടാണ് എന്ന് തോന്നിയ ദുര്യോധനൻ ജലക്രീഡ എന്ന വ്യാജേന പാണ്ഡവരെയും കൗരവരെയും ഒരുമിച്ച് ഗംഗാനദിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ജലക്രീഡ നടത്താൻ ശ്രമിക്കുന്നതിന് തൊട്ടു മുമ്പ് കാളകൂട വിഷം ചേർത്ത പലഹാരങ്ങൾ ഭീമനെ കഴിപ്പിച്ച് ജലക്രീഡയിൽ മയങ്ങിപ്പോയ ഭീമനെ കയർ കൊണ്ട് ബന്ധിച്ച് ഗംഗാനദിയിൽ എറിയുന്നതും ആ ഗംഗാനദിയിൽ എറിഞ്ഞ ഭീമൻ താണ് നാഗലോകത്തെത്തുന്നതും നാഗദംശനങ്ങളേറ്റ് കാളകൂട വിഷത്തിൻ്റെ വീര്യം കുറയുന്നതും നാഗങ്ങളുമായി മല്ലടിച്ച് നാഗങ്ങളെ തോൽപ്പിച്ച് വീണ്ടും വീണ്ടും നാഗദംശനമേറ്റ ഭീമന് കാളകൂട വിഷത്തിൻ്റെ ശക്തി തന്നെ നശിക്കുന്നതും അവസാനം നാഗരാജാവിൻ്റെ നിർദ്ദേശപ്രകാരം ഭീമസേനന് നാഗരസം കുടിക്കാൻ നൽകുന്നതും ആ നാഗരസം കുടിക്കുന്നതിനാൽ ഭീമസേനന് 10,000 ആനകളുടെ ശക്തി ലഭിക്കുന്നതും തുടർന്ന് വിദ്യാഭ്യാസത്തിന് വേണ്ടി പാണ്ഡവ കൗരവ ബാലന്മാരെ കൃപാചാര്യരെ ചുമതലപ്പെടുത്തുന്നതും ഈ കൃപാചാര്യരാരാണ്, കൃപാചാര്യരുടെ ജന്മം എന്തൊക്കെയാണ് എന്ന വിവരങ്ങളുമൊക്കെയാണ് കഴിഞ്ഞ ഭാഗത്ത് പ്രതിപാദിച്ചത്. ഇന്ന് ആ പാണ്ഡവ കൗരവ ബാലന്മാർ ബാലലീലകൾ തുടരുന്ന അതിൻ്റെ ഭാഗമായി ഒരു ദിവസം ഹസ്തിനപുരി കൊട്ടാരത്തിൻ്റെ പുറത്ത് ഒരു മൈതാനത്ത്, അതിവിശാലമായ മൈതാനത്ത് എല്ലാവരുമായി പന്ത് കളിച്ചുകൊണ്ട് നിൽക്കുകയും കളിക്കിടയിൽ പന്ത് അടുത്തുണ്ടായിരുന്ന ഒരു കിണറ്റിൽ വീണു പോവുകയും ഈ കിണറ്റിൽ നിന്ന് പന്തെടുക്കുന്നതിലേക്ക് വേണ്ടിയുള്ള പരമാവധി ശ്രമങ്ങൾ ബാലന്മാർ നടത്തിയെങ്കിലും എടുക്കാൻ കഴിയാതിരിക്കുകയും ചുറ്റും വീക്ഷിച്ച ബാലന്മാർക്ക് വളരെ അകലെ നിന്ന് ബാലന്മാരെ ചെയ്തികൾ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കറുത്തതും മെലിഞ്ഞതുമായ മനുഷ്യനെ കാണാനിടയാവുകയും ഈ ബാലന്മാർ ഓടി അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ഈ പന്തെടുക്കാൻ ഏതെങ്കിലും വിധത്തിൽ തങ്ങളെ സഹായിക്കണം എന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നതും ഇത് കേട്ട് കഴിഞ്ഞ ആ മനുഷ്യൻ കുമാരന്മാരോട് ഇപ്രകാരം പറഞ്ഞു: ഹേ ബാലന്മാരെ, നിങ്ങൾ ക്ഷത്രിയന്മാരാണ്. ക്ഷത്രിയ ബാലന്മാരുടെ ഒരു കാരണവശാലും കിണറ്റിൽ വീട് ഒരു പന്തെടുക്കാൻ കഴിയാത്ത നിങ്ങൾ ഒരു വിധത്തിലും പൗരുഷമുള്ള ക്ഷത്രിയരാണ് എന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് പറയുകയും, ഞാൻ വേണമെങ്കിൽ എൻ്റെ കയ്യിൽ കിടക്കുന്ന ഈ മോതിരം കിണറ്റിലിട്ടിട്ട് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. എനിക്ക് നിങ്ങൾ കഴിക്കാൻ ഭക്ഷണം തന്നാൽ മാത്രം മതി. ഇത് കേട്ട് കഴിഞ്ഞ പാണ്ഡവരിൽ മൂത്തവനായ യുധിഷ്ഠിരൻ മുന്നോട്ട് വന്ന് ആ മനുഷ്യനോട് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ മഹാത്മാവേ, അങ്ങ് കൃപാചാര്യരുടെ അനുവാദത്തോടുകൂടി നമ്മളുടെ ഗൃഹത്തിൽ നിന്ന് എന്നും ഭിക്ഷ വാങ്ങിക്കൊള്ളുക എന്ന് പറയുകയും ഇത് കേട്ട് കഴിഞ്ഞ ആ മനുഷ്യൻ മുന്നോട്ട് വന്ന് ഒരു പിടി ഈർക്കിലുകൾ എടുത്ത് അതിനെ ഇങ്ങനെ മന്ത്രം ജപിച്ച് അതിൽ ഒരു ഈർക്കിൽ ആദ്യം കുളത്തിനകത്തേക്ക്, അതായത് കിണറ്റിനകത്തേക്ക് എറിയുകയും ആ ഈർക്കിൽ കിണറിൽ കിടക്കുകയായിരുന്ന പന്തിന് പുറത്തു ചെന്ന് തറച്ചിരിക്കുകയും ചെയ്തു. തുടർന്ന്
അദ്ദേഹം കയ്യിലുണ്ടായിരുന്ന ഓരോ ഈർക്കിലുകളും ഇങ്ങനെ കിണറ്റിനകത്തേക്ക് എറിയുകയും അവ ഓരോന്നും ആദ്യം തറച്ച ഈർക്കിലിന് മുകളിൽ ക്രമമായി തറച്ച് മുകളിലേക്ക് എത്തുകയും ചെയ്തു. കൈകൊണ്ടെത്താവുന്ന അതുവരെ ഈർക്കിൽ തറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ ഈർക്കിൽ പിടിച്ച് പന്തിനെ പൊക്കിയെടുക്കുകയും ഓരോ ഈർക്കിലുകളും എടുത്തു മാറ്റി അവസാനം പന്ത് മാത്രം കയ്യിലെടുത്ത് അവർക്ക് കൊടുക്കുകയും ചെയ്തു. ഇത് കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുന്ന ബാലന്മാരോട് ആയി അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നോക്കിക്കൊള്ളുക എന്ന് പറഞ്ഞ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ മോതിരം ഊരി കിണറ്റിലേക്ക് ഇടുകയും എന്നിട്ട് വില്ലെടുത്ത് അന്തരീക്ഷത്തിൽ മന്ത്രം ജപിച്ച് ഇങ്ങനെ കൈ കാണിച്ചപ്പോൾ കയ്യിൽ ഒരു അസ്ത്രമെത്തുകയും ആ അസ്ത്രം കൊണ്ട് എയ്ത് കിണറ്റിലേക്ക് വിടുകയും ആ അസ്ത്രം കിണറ്റിനകത്ത് പോയി ആ മോതിരത്തെ കുത്തിയെടുത്ത് ഉയർന്നു വരികയും ആ മോതിരം ഇദ്ദേഹം എടുത്ത് ഉണ്ണികളെ കാണിക്കുകയും ചെയ്തു. ഇത് കണ്ട് അത്ഭുത പരവശരായി നിൽക്കുകയായിരുന്ന ബാലന്മാർ അദ്ദേഹത്തോടായി പറഞ്ഞു, അല്ലയോ മഹാത്മാവേ, അങ്ങാരാണ്? അങ്ങയുടെ ഈ ശ്രേഷ്ഠമായ പ്രവൃത്തി മറ്റാരിൽ നിന്നും നമ്മൾ മുന്നേ കണ്ടിട്ടേയില്ല. ഇത്രയും ശ്രേഷ്ഠനായ അങ്ങേക്ക് വേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത് എന്ന് അങ്ങ് അറിയിച്ചാലും എന്ന് ബാലന്മാർ അദ്ദേഹത്തെ അറിയിക്കുകയും ഇത് കേട്ടു നിന്ന അദ്ദേഹം ഒരു വിവരം ഈ ഉണ്ണികളോട് പറഞ്ഞു. നിങ്ങൾ പോയി ഇവിടെ നടന്ന ഈ സംഭവങ്ങളെല്ലാം ഭീഷ്മരെ അറിയിക്കുക. അദ്ദേഹം ഞാൻ ആരാണ് എന്ന് നിങ്ങളെ അറിയിച്ചു തരും എന്ന്. ഇത് കേട്ട് കഴിഞ്ഞ ഉണ്ണികളെല്ലാവരും ഓടി കൊട്ടാരത്തിൽ ഭീഷ്മരുടെ അടുത്തെത്തുകയും ഭീഷ്മരോട് ഇവിടെ നടന്ന ഈ അത്ഭുത സംഭവങ്ങളെല്ലാം വിവരിക്കുകയും ചെയ്തു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞ ഭീഷ്മർ സ്വയം തന്നെ തേടിയ വള്ളി കാലു ചുറ്റി എന്ന് സ്വയം പറയുകയും എന്നിട്ട് അത് ദ്രോണരാണ് എന്ന് ഉണ്ണികളെ അറിയിക്കുകയും ചെയ്തു. ദ്രോണരോ, അതാരാണ് എന്ന് ഉണ്ണികൾ ഭീഷ്മരോട് ചോദിക്കുകയും ദ്രോണരെക്കുറിച്ചുള്ള വിവരം ഭീഷ്മർ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുകയും ചെയ്തു. ഗംഗാതീരത്ത് മുമ്പ് ആശ്രമം കെട്ടി പാർക്കുകയായിരുന്ന ഭരദ്വജൻ എന്ന ഋഷ്യവര്യൻ്റെ പുത്രനാണ് ദ്രോണൻ. ഭരദ്വജ മഹർഷിക്ക് പുത്രൻ വേണമെന്ന് സ്വയം തോന്നുകയും ആ സമയത്ത് കുടത്തിൽ നിന്ന് ജനിച്ചവനാണ് ദ്രോണൻ. ദ്രോണത്തിൽ നിന്ന് ജനിച്ചതിനാൽ, അതായത് കുടത്തിൽ നിന്ന് ജനിച്ചതിനാലാണ് ദ്രോണർ എന്ന് അദ്ദേഹത്തിന് പേര് കിട്ടാനുള്ള കാരണവും. ഗംഗാതീരത്തുള്ള ഭരദ്വജൻ്റെ ആശ്രമത്തിൽ തന്നെ വാഴുകയായിരുന്ന ബാലനായ ദ്രോണൻ അല്പം വളർന്നതിന് ശേഷം അവിടെ നിന്ന് അധികം അകലമല്ലാത്ത അഗ്നിവേശ മുനിയുടെ ആശ്രമത്തിലെത്തുകയും അവിടെ നിന്ന് അസ്ത്രാഭ്യാസങ്ങൾ പഠിക്കുകയും ചെയ്തു. ഈ അസ്ത്രാഭ്യാസങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ദ്രോണരോടൊപ്പം അവിടെ പഠിക്കുന്നതിലേക്കായി പാഞ്ചാല രാജാവായ വൃഷഭൻ്റെ പുത്രൻ ദ്രുപദൻ കൂടെ ഉണ്ടായിരുന്നു. ദ്രുപദൻ ദ്രോണരുടെ ഉറ്റ ചങ്ങാതിയാവുകയും വളരെ സ്നേഹമായി ആ ആശ്രമത്തിൽ അസ്ത്ര അഭ്യാസങ്ങളും വേദശാസ്ത്രങ്ങളും പഠിക്കുന്നതിനോടൊപ്പം വളരെ സൗഹൃദത്തിൽ അവർ മുന്നോട്ട് പോവുകയും ഈ രാജകുമാരിൽ നിന്ന് ദ്രോണന് വളരെയധികം ആനുകൂല്യങ്ങൾ ലഭിക്കുകയും ചെയ്തു. വർഷങ്ങൾ കഴിഞ്ഞ് അഗ്നിവേശ മുനിയിൽ നിന്ന് പഠിക്കാവുന്നതായ അസ്ത്രവിദ്യകളെല്ലാം പഠിച്ച് കഴിഞ്ഞതിന് ശേഷം താന്താനങ്ങളുടെ ഗൃഹങ്ങളിലേക്ക് തിരിച്ചു പോകാൻ ദിവസമായപ്പോൾ ദ്രുപദൻ തൻ്റെ കൊട്ടാരമായ പാഞ്ചാലത്തിലേക്ക് പോകാൻ തീരുമാനിക്കുകയും ദ്രോണൻ തൻ്റെ ആശ്രമമായ ഗംഗാതീരത്തുള്ള ഭരദ്വജൻ്റെ ആശ്രമത്തിലേക്ക് പോരാൻ തീരുമാനിക്കുകയും ചെയ്തു. വളരെ സ്നേഹിതരായി കഴിഞ്ഞ ഈ രണ്ട് ബാലന്മാരും പരസ്പരം കെട്ടിപ്പുണർന്ന് യാത്ര പറയുന്നതിനോടൊപ്പം ദ്രുപദൻ ദ്രോണരോട് ഇപ്രകാരം പറഞ്ഞു, അല്ലയോ ദ്രോണകുമാര,
നീ ഒറ്റപ്പെട്ടവനാണെന്നോ ധനമില്ലാത്തവനാണെന്നോ ഉള്ള ദുഃഖമൊന്നും നിനക്കാവശ്യമില്ല. ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രിയപ്പെട്ട പുത്രനാണ്. അടുത്ത് പാഞ്ചാല രാജ്യത്തിൻ്റെ രാജാവ് ഞാൻ തന്നെയാകും. ഞാൻ പാഞ്ചാല രാജ്യത്തിൻ്റെ രാജാവായി വാഴുന്ന സമയത്ത് ഞാൻ അനുഭവിക്കുന്ന രാജകീയ സുഖങ്ങളും സ്വത്തിൻ്റെ ഫലങ്ങളും എല്ലാം നിനക്കും എന്നോട് ഒപ്പം അനുഭവിക്കാനുള്ള അവസരം ഞാൻ തരുന്നതാണ്. ഞാൻ രാജാവാകുന്ന സമയത്ത് നീ എന്നെ വന്ന് കാണുക എന്ന് പറഞ്ഞ് അവിടെ നിന്ന് യാത്ര പറഞ്ഞ് ദ്രുപദൻ പാഞ്ചാല രാജ്യത്തേക്കും ദ്രോണൻ ആശ്രമത്തിലേക്കും പോകും. ആശ്രമത്തിലെത്തി കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ ഭരദ്വജന് ദ്രോണരെ വിവാഹം കഴിപ്പിക്കണമെന്ന് തോന്നുകയും ദ്രോണർ കൃപൻ്റെ സഹോദരിയായ കൃപിയെ ദ്രോണനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും ചെയ്തു. ദ്രോണൻ വിവാഹം കഴിച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ദ്രോണനൊരു പുത്രൻ ലഭിക്കുകയും ആ പുത്രൻ്റെ പേരാണ് അശ്വത്ഥാത്മാവ്. ദ്രോണഭക്തിയായ കൃപി ചാരിത്രശീലയും അതീവ സുന്ദരിയും സൗമ്യശീലയുമായിരിക്കുകയും ഭർത്തൃസ്നേഹിയായിരിക്കുകയും ചെയ്തു. ആയതിനാൽ കൃപിയോട് ദ്രോണർക്ക് വളരെയധികം സ്നേഹമായിരുന്നു. കൃപിയോടുണ്ടായിരുന്നതിനേക്കാൾ സ്നേഹം കൂടുതൽ തൻ്റെ പുത്രനായ അശ്വത്ഥാത്മാവിനോടും ഉണ്ടായിരുന്നു. ഇവരെ രണ്ടുപേരുടെയും ഇംഗിതങ്ങൾ പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയാത്ത അതിൽ ദ്രോണർ വളരെയധികം ദുഃഖിതനായിരുന്നു. വളരെ ദരിദ്രത്തിൽ ജീവിക്കേണ്ടി വന്ന ദ്രോണർ ഏത് വിധേനയും തൻ്റെ പ്രിയഭഗ്നിയെയും പുത്രനെയും അവരുടെ ഇഷ്ടപ്രകാരം വളർത്തുന്നതിലേക്ക് വേണ്ടി അല്പം ധനമുണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുകയും ഈ ധനം എങ്ങനെ നേടും എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരശുരാമൻ അനേകം നാട്ടുരാജ്യങ്ങൾ രാജാക്കന്മാരെ നിഗ്രഹിച്ച് സ്വത്തുക്കൾ സമ്പാദിച്ചതെല്ലാം ബ്രാഹ്മണർക്ക് ദാനം ചെയ്തിട്ടുള്ളതായി അറിയുകയും ഏതെങ്കിലും വിധേന പരശുരാമനെ ചെന്ന് കണ്ടാൽ അതിലെന്തെങ്കിലും മിച്ചമുണ്ടെങ്കിൽ തനിക്ക് നൽകും എന്ന വിശ്വാസത്തോടു കൂടി പരശുരാമനെ പോയി കാണുന്നതിലേക്ക് വേണ്ടി ദ്രോണൻ തീരുമാനിച്ചു. ഒരു നാൾ പരശുരാമൻ അപ്പോൾ വസിക്കുകയായിരുന്ന മഹേന്ദ്ര പർവ്വതത്തിലേക്ക് ദ്രോണർ പോവുകയും മഹേന്ദ്ര പർവ്വതത്തിലെത്തിയ ദ്രോണർ പരശുരാമനെ സാഷ്ടാംഗം പ്രണമിച്ച് തൻ്റെ ദുഃഖങ്ങൾ അറിയിച്ചു. ഞാൻ ഗംഗാതീരത്ത് വസിക്കുന്ന ആശ്രമവാസിയായ ഭരദ്വജ മുനിയുടെ പുത്രനാണെന്നും എനിക്ക് ഭാര്യയും ഒരു ഉണ്ണിയും ഉണ്ടെന്നും അവരെ വേണ്ടുന്ന രീതിയിൽ സംരക്ഷിക്കുന്നതിലേക്കുള്ള ധനമില്ലാത്തതിനാൽ ഞാൻ വളരെ ദുഃഖിതനാണെന്നും ഏതെങ്കിലും വിധത്തിലുള്ള സഹായം അങ്ങിൽ നിന്ന് കിട്ടുമെന്ന പ്രതീക്ഷയോട് കൂടിയാണ് ഞാൻ ഇവിടത്തേക്ക് എത്തിയതെന്നും പരശുരാമനെ അറിയിക്കുകയും ഇത് കേട്ടുകഴിഞ്ഞ പരശുരാമൻ, ഹേ ദ്രോണ, നീ വൈകിപ്പോയി. ഞാൻ ശേഖരിച്ച ധനങ്ങളെല്ലാം ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത് കഴിഞ്ഞു. ഇനി എന്നിൽ അവശേഷിക്കുന്നത് ഈ പ്രപഞ്ചത്ത് തന്നെ അറിയാവുന്നതിൽ ശ്രേഷ്ഠമായ അസ്ത്രശസ്ത്ര വിദ്യകൾ എല്ലാം എൻ്റെ ഉള്ളിലുള്ളതും പിന്നെ ഈ ശരീരവും മാത്രമേ എനിക്ക് ബാക്കിയായുള്ളൂ. ഇവ രണ്ടിലേതെങ്കിലും ഒന്ന് നിനക്ക് ആവശ്യമാണെങ്കിൽ നീ ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് നൽകാം. ഇത് കേട്ടുകഴിഞ്ഞ ദ്രോണർ ഒട്ടും ആലോചിച്ചില്ല. പരശുരാമനോടായി പറഞ്ഞു, അല്ലയോ മഹാത്മാവേ, അങ്ങയുടെ ശ്രേഷ്ഠമായ അസ്ത്രശസ്ത്ര വിദ്യകൾ, ആ ദിവ്യാസ്ത്രങ്ങളുടെ കലവറ എന്നിലേക്ക് പകർന്നു തന്ന് എന്നെ അനുഗ്രഹിച്ചാലും എന്ന്. പരശുരാമൻ പിന്നെ ഒന്നും ചിന്തിച്ചില്ല. ദ്രോണർക്ക് തനിക്കറിയാവുന്നതായ തന്നിലുണ്ടായിരുന്നതായ ഈ ശ്രേഷ്ഠ ദിവ്യാസ്ത്രങ്ങളെക്കുറിച്ചുള്ള സർവ അസ്ത്ര വിദ്യകളും വിദ്യാമന്ത്രങ്ങളും ദ്രോണരെ ഏതാനും നാളുകൾ കൊണ്ട് തന്നെ
പഠിപ്പിച്ചു കഴിഞ്ഞു. എല്ലാ അസ്ത്രവിദ്യകളും കരസ്ഥമാക്കിയ, എല്ലാ ദിവ്യാസ്ത്രവിദ്യകളും കരസ്ഥമാക്കിയ ദ്രോണൻ വീണ്ടും പരശുരാമനെ സാഷ്ടാംഗം പ്രണമിച്ച് യാത്ര പറഞ്ഞ് തൻ്റെ ആശ്രമത്തിലേക്ക് പോന്നു. അവിടെ എത്തി താൻ ഇത്ര നാളും എവിടെയായിരുന്നു എന്ന വിവരം കൃപിയെ അറിയിക്കുകയും എങ്കിലും ഈ എല്ലാ ദിവ്യാസ്ത്ര പ്രയോഗങ്ങളും സ്വയം പരശുരാമനിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞ തനിക്ക് ഇപ്പോഴും തൻ്റെ ആഗ്രഹം, അതായത് ധനം നേടി ആ ധനം കൊണ്ട് ഭാര്യയെയും പുത്രനെയും വളരെ സന്തുഷ്ടമായി സന്തോഷത്തോടുകൂടി സംരക്ഷിച്ച് മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹം നിർവഹിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള ധനം ലഭിക്കാത്തതിലുള്ള ദുഃഖം വീണ്ടും ദ്രോണരിൽ അവശേഷിച്ചു. അപ്പോൾ ദ്രോണൻ അറിയുന്നു, പാഞ്ചാല ദേശത്ത് തൻ്റെ പ്രിയ സുഹൃത്തായിരുന്ന ദ്രുപദൻ രാജാവായിരിക്കുന്നു എന്ന്. ഒട്ടും വൈകിയില്ല ദ്രോണർ കൃപിയെയും അശ്വത്ഥാത്മാവിനെയും കൂട്ടി അങ്ങ് പാഞ്ചാല ദേശത്തേക്ക് യാത്രയായി. പാഞ്ചാല ദേശത്തെത്തിക്കഴിഞ്ഞ ദ്രോണർക്ക് ദ്രുപദനെ ഒന്ന് കാണുന്നതിലേക്ക് വേണ്ടി, കൊട്ടാരത്തിലേക്ക് കയറിക്ക പറ്റുന്നതിലേക്ക് വേണ്ടി വളരെയധികം പണിപ്പെടേണ്ടി വന്നു. വളരെ കഷ്ടപ്പെട്ടിട്ടും കൊട്ടാരത്തിൽ രാജാവിനടുത്തെത്താൻ കഴിഞ്ഞില്ല. വളരെ പണിപ്പെട്ട് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ മഹാരാജാവിനെ മുഖം കാണിച്ച് ദ്രോണർ ഇപ്രകാരം പറഞ്ഞു: അല്ലയോ മഹാരാജാവേ, ഞാൻ അങ്ങയുടെ ബാലകാല സുഹൃത്താണ്. എന്നെ അങ്ങേക്ക് മനസ്സിലായില്ലേ? ഞാൻ ദ്രോണനാണ് എന്ന്. ഈ സുഹൃത്ത് എന്ന വാക്ക് ഉരിയാടുന്നത് കേട്ടപ്പോൾ ദ്രുപദന് പെട്ടെന്ന് ദേഷ്യം വന്നു. നീ എങ്ങനെ എൻ്റെ സുഹൃത്തായി? നീ ഏത് രാജ്യത്തിലെ രാജാവാണ്? സമന്മാരായ അല്ലാതെ എങ്ങനെയാണ് സുഹൃത്താവുന്നത്? നീ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ രാജ്യത്തിലെ മന്നവനായ എന്നെ സുഹൃത്തെന്ന് സംബോധന ചെയ്യാനുള്ള വിഡ്ഢിത്തം നിന്നിൽ കടന്നിരിക്കുന്നു. വീണ്ടും ഞാൻ നിന്നെ ഓർമ്മപ്പെടുത്തുന്നു, സമന്മാർ തമ്മിൽ മാത്രമേ സുഹൃത്തുക്കളാവാറുള്ളൂ. ഒരിക്കലും ധനവാനും ദരിദ്രനും തമ്മിൽ സുഹൃത്തുക്കളാവാറില്ല. ഒരുത്തനും ജ്ഞാനിയും അജ്ഞാനിയും തമ്മിൽ സുഹൃത്തുക്കളാകാറില്ല. ഇരു വ്യക്തികൾ ബുദ്ധിമാനും മൂഢനുമാണെങ്കിൽ അവർ തമ്മിലും സൗഹൃദമുണ്ടാകാറില്ല. സമന്മാർ മാത്രമേ സൗഹൃദമാവൂ എന്ന സത്യം പോലും അറിയാൻ പാടില്ലാത്ത നീ ബാല്യകാലത്തിൽ ഒരുപക്ഷേ നമ്മൾ സുഹൃത്തുക്കളാവാം, അല്ലെങ്കിൽ ആവാതിരിക്കാം. ഇപ്പോൾ നമ്മൾ സൗഹൃദം നിലനിർത്തുന്നില്ല. നിനക്ക് വേണമെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച് ഇവിടെ നിന്ന് കടന്നു പോകാം. ഇത് കേട്ട് കഴിഞ്ഞ ദ്രോണർ താൻ വളരെയധികം അപമാനിക്കപ്പെട്ടു എന്ന് ബോധ്യമാവുകയും വളരെ ദുഃഖിതനായ ദ്രോണർക്ക് ഉടനെ തന്നെ രാജാവിനെ നേരിടണം എന്ന് മനസ്സിൽ തോന്നിയെങ്കിലും ഒരു രാജകൊട്ടാരത്തിൽ രാജാവിനെ ഒറ്റയ്ക്ക് ഇപ്പോൾ നേരിടാൻ ശ്രമിക്കുന്നത് ശരിയല്ലെന്നും ഏത് സമയമായാലും ഞാനിനി ജീവിക്കുന്നത് ഈ ദ്രുപദനോട് പ്രതികാരം ചെയ്യുന്നതിലേക്ക് വേണ്ടിയാണ് എന്ന് തീരുമാനിക്കുകയും ചെയ്ത് അവിടെ നിന്ന് കടന്നുപോയി. അദ്ദേഹം തിരിച്ച് പാഞ്ചാല രാജ്യത്തിൽ നിന്ന് നേരെ ഹസ്തിനപുരിയിലേക്കാണ് വന്നത്. ഹസ്തിനപുരിയിലെത്തിയ ദ്രോണനും കൃപിയും അശ്വത്ഥാത്മാവും കൃപരുടെ ഗ്രഹത്തിൽ അങ്ങനെ വസിക്കുകയായിരുന്നു. ഇങ്ങനെ കൃപരുടെ ഗ്രഹത്തിൽ ഒളിച്ചു താമസിക്കുകയായിരുന്ന ദ്രോണർ പുറത്തിറങ്ങിയ സമയത്താണ് ഈ ബാലന്മാരുടെ പന്ത് കളി കാണാനിടയാവുകയും ഈ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടാവുകയും ചെയ്തത്. എന്തായാലും ഭീഷ്മർ ദ്രോണരെ എത്രയും പെട്ടെന്ന് കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഉണ്ണികളോട് നിർദ്ദേശിക്കുകയും ഉണ്ണികൾ ഓടി ദ്രോണരെ അടുത്തെത്തി ദ്രോണരെയും കൂട്ടി ഭീഷ്മരുടെ അടുത്തെത്തുകയും ചെയ്തു. ഭീഷ്മർ ദ്രോണർ വന്ന ഉടനെ തന്നെ സ്വീകരിച്ച് ആസനം കൊടുത്ത് ഇരുത്തി വിശേഷങ്ങൾ ആരാഞ്ഞപ്പോൾ ദ്രോണർ ഭീഷ്മരോട് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ മഹാത്മാവേ, ഞാൻ എന്ത് സേവനമാണ് അങ്ങേക്ക് ചെയ്യേണ്ടത്? എന്തിനാണ് എന്നെ ഇവിടെ ക്ഷണിച്ചു വരുത്തിയത് എന്ന് ദ്രോണരോട് ഭീഷ്മർ ഇപ്പോൾ പറഞ്ഞു: അല്ലയോ ശ്രേഷ്ഠനായ ധനുർധര, അങ്ങ് എൻ്റെ ഈ ഉണ്ണികളെ, അതായത് പാണ്ഡവരെയും കൗരവരുമായ ഈ ഉണ്ണികളെ
അങ്ങേക്കറിയാവുന്ന, അതായത് ശ്രേഷ്ഠമായ ദിവ്യാസ്ത്രങ്ങൾ അടങ്ങുന്ന അങ്ങയുടെ അസ്ത്രശേഖരത്തിൻ്റെ ആ അറിവിൻ്റെ കലവറ ഉണ്ണികളുടെ മുന്നിൽ തുറക്കുക. അവരെ വീരന്മാരായ ധനുർധരന്മാരാക്കി തരിക. അതാണ് ഞാൻ അങ്ങയെ ഏൽപ്പിക്കുന്ന ചുമതലയെന്ന്. ശരി മഹാത്മാവേ, ഞാൻ ആ ചുമതല ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയുകയും ഈ സമയത്ത് ഭീഷ്മർ ദ്രോണർക്ക് ഹസ്തിനപുരി കൊട്ടാരത്തിനടുത്ത് തന്നെ വസിക്കുന്നതിലേക്ക് നല്ലൊരു ഗ്രഹവും വേണ്ടുന്ന ധാന്യങ്ങളും ഇഷ്ടം പോലെ നൽകുകയും ചെയ്തു. അങ്ങനെ ഹസ്തിനപുരി കൊട്ടാരത്തിൽ ഭീഷ്മരുടെ അതിഥിയായി നല്ല സുഖസൗകര്യങ്ങളോടുകൂടി ദ്രോണർ താമസിക്കാനിടയാകുകയും തുടർന്ന് പാണ്ഡവൗരവന്മാരെ വിദ്യാഭ്യാസം ചെയ്യുന്നതും അതിന് ശേഷമുള്ള സംഭവവികാസങ്ങളും അടുത്ത ഭാഗത്ത് പ്രതിപാദിക്കാം. തൽക്കാലം ഞാൻ ഈ ഭാഗം ഇവിടെ നിർത്തുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.